കൊത്തിയോ? എടുത്താ? നീ കമ്പെടുക്കണോണ്ട് എനിക്കറിയാൻ പറ്റില്ല. തന്നെയല്ലേ? തന്നെയല്ലേ? കൊള്ളാന്നല്ല മീനാടേ. നീ കൊണ്ടുപോടിക്കോണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. മീൻ കിട്ടിയാ? കങ്കൂസ് അധികം വലിച്ചു പിടിക്കല്ലേ, ചൂണ്ട പൊട്ട്. എൻ്റെ അമ്മയെ പ്രവീൺ അപ്പോ കൊണ്ടോ ചൂണ്ടതാ ഈ മടതാ. എൻ്റെ അമ്മേ. അപ്പം നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ അടിപൊളി. ഇവനാണ് ഇത്ര നേരം ഇരുന്ന് കളിച്ചിരുന്നത്. അടിപൊളി. നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ ഇവനാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കളിച്ച് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന മീൻ. നമ്മൾ വിചാരിച്ച് ചെറിയ മീനെന്ന് വിചാരിച്ച് ചെറിയ ചൂണ്ടയൊക്കെ എടുത്ത് തേഞ്ഞാനാ എനിക്ക് ഉറപ്പാണ്. നമ്മൾ ചെറിയ ചൂണ്ടയൊക്കെ കെട്ടി നമ്മൾ ചൂണ്ട ഇട്ടതാണ്. പക്ഷെ ചെറിയ ചൂണ്ടയായിരുന്നെങ്കിൽ ഈ മീൻ കിട്ടത്തില്ലായിരുന്നു, പിന്നെ ചൂണ്ട എടുക്കില്ലായിരുന്നു. അപ്പോൾ ചൂണ്ട ഇളക്കിയത് കിട്ടാ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ എവിടെ? എനിക്ക് ഈ മീനിനെയൊക്കെ ഇങ്ങനെ ചൂണ്ടയിൽ ഇളക്കിയെടുക്കാൻ ഒരു നേക്ക് പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ കൊള്ളാം കേട്ടോ. 1 കിലോ പ്ലസ് സൈസ് എന്തായാലും ഉണ്ടാവും. കറക്റ്റായിട്ട് കാണിച്ചു തരാം. എടാ കവറിൽ നിന്ന് മീൻ ഇടാ. 1 കിലോ പ്ലസ് മസ്റ്റാണ്. അതാ മീൻ, ഒരു കിടുക്കാച്ചി മീൻ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ. ഇപ്പോൾ ഇനി അടുത്ത മീനെ കിട്ടുമെന്നൊക്കെ നോക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് കിട്ടിയാലും ചെറുതാണ് കേട്ടോ. 2 ചെറിയ മീനായിരുന്നു കിട്ടി. ഇപ്പോൾ ഈ കിട്ടിയതാണ് ചോര. ഈ കിട്ടിയതാണ് വലുത്. ഏകദേശം 1 കിലോ വരില്ലടാ, 1 കിലോ മസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മുടെ മൂന്നാമത്തെ മീൻ ചോല കെട്ടിയിട്ടോ ഉണ്ടോ. ഇന്നൊരു മീനിനെ കൈ കൊണ്ട് പിടിക്കുമ്പോഴുള്ള വഴുമ്പലുണ്ടോ. ഇത് വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടി. ഇത് കഴുകിയാലൊന്നും പോകത്തില്ല. ഇതായിരിക്കും അന്നും ഇരുന്ന് കളിച്ചത്. അപ്പോൾ ഇതേ ഉണ്ടോ, ഇങ്ങനെയാണ് ഈ മീനിൻ്റെ കയ്യിലാവുമ്പോഴുള്ള വഴുമ്പൽ നമ്മൾ കളയുന്നുണ്ട്. ഇങ്ങനെയാണ്. അല്ലാതെ നമ്മൾ കഴിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വഴുമ്പലൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ 3 മീനായിട്ടുണ്ട്. അടുത്ത മീൻ കിട്ടുമെന്നൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഗോപ്രോ ഒക്കെ ഉടനെ ചാർജ് ചെയ്യും കേട്ടോ.